നമഃ ശിവായ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഭാരതം സൃഷ്ടിരഹസ്യങ്ങളിലെ സത്യത്തെ ആത്മീയജ്ഞാനത്തിലൂടെ ജീവിതത്തോട്ടു ചേർത്ത് പരിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്ന മഹാരാജ്യമായി കരുതപ്പെടുന്നു. ഇതിനടിസ്ഥാനമായി നിലനിൽക്കുന്ന അധ്യാത്മഗ്രന്ഥങ്ങളെ ശ്രുതികളായും സ്മൃതികളായും വേർതിരിച്ചിട്ടുണ്ട്. വേദങ്ങളിലും ഉപനിഷത്തുകളിലും അടങ്ങിയ അറിവിനെ ശ്രുതികളായി അംഗീകരിച്ചു ഈശ്വരന്റെ മൊഴിമുത്തുകളായി സ്വീകരിക്കുന്നു. പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ തുടങ്ങിയവയാണ് സ്മൃതികൾ. ഇവയുടെയും അടിസ്ഥാനം ശ്രുതികളെപ്പോലെ ഒരിക്കലും ഇളകാത്ത സത്യത്തിന്റെ ആധാരശിലകളാണ്. പുരാണങ്ങൾ ധാരാളമാണ്. ഇതിൽ ഇതിഹാസങ്ങൾ രണ്ടാണുള്ളത്. വാൽമീകി മഹർഷിയുടെ രാമായണവും വ്യാസമഹർഷിയുടെ മഹാഭാരതവും സ്മൃതികളിലൂടെ രചിച്ച ഭാരതത്തിന്റെ ഇതിഹാസഗ്രന്ഥങ്ങളായി കണക്കാക്കുന്നവയാണ്. ശ്രുതികളും സ്മൃതികളും തമ്മിലുള്ള അന്തരം എന്താണെന്നു നോക്കാം. സൃഷ്ടിപരമായ പ്രപഞ്ചപ്രവാഹം തുടർന്നുകൊണ്ടിരിക്കുന്ന ഗതിവേഗയുള്ളതാണ്. ഇതിൽ സഹായികളായ ജന്മങ്ങളായാണ് ഈശ്വരൻ മനുഷ്യ സൃഷ്ടി നടത്തിയത്. വിവിധമായ കർമ്മങ്ങളുടെ ജന്മങ്ങളിൽ ആത്മീയ സഹായികളായ ഈശ്വര സൃഷ്ടികളാണ് പൗരാണികമായ നമ്മുടെ ഋഷികുലവും അവരുടെ സംസ്കാരവും. മനുഷ്യ ശരീരത്തിൽ ജന്മമെടുത്ത ഋഷിമാരിലൂടെ തന്റെ ശക്തിചൈതന്യത്തെ പ്രവേശിപ്പിച്ച ആ ശരീരത്തിലൂടെ ഈശ്വരൻ മൊഴിഞ്ഞിട്ടുള്ളവയാണ് ശ്രുതികൾ. ഈ ശ്രുതികളെ മനനം ചെയ്തെടുത്ത ആ അറിവിനെ ധാരണയാക്കുന്നു. പിന്നീട് കാലത്തിനും ദേശത്തിനും അനുസരിച്ചു ജീവിക്കുന്നതിനോടു ചേർത്ത് ശ്രുതികളുടെ ധാരണാസമ്പത്തിനു നഷ്ടം സംഭവിക്കാത്ത രീതിയിൽ ആരാൽ അവയെ സ്മരണ ചെയ്തെടുക്കുന്നുവോ അതു രേഖപ്പെടുത്തുന്നവയാണ് സ്മൃതികൾ. അതായത് ഈശ്വരനിമിത്തമായി വന്ന വായ്മൊഴികൾ ശ്രുതികളും പിന്നീട് ഓർത്തെടുത്തവ സ്മൃതികളും എന്നതാണ് ഇവ തമ്മിലുള്ള അറിവിലടങ്ങുന്ന വ്യത്യാസം. അതിനാൽ ശ്രുതികളെ സുപ്രധാനമായ സ്ഥാനം നൽകി അംഗീകരിക്കപ്പെടുന്നു. നമസ്തേ. കടപ്പാട് അറിവിന്റെ ആദ്യപാഠങ്ങൾ.